ജീവിതം വഴിമുട്ടി എന്ന് തോന്നുന്നൊരു ഘട്ടമുണ്ട്. അത് സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ പേരിലാകാം, കുടുംബപരമായ പ്രശ്നമാകാം, ജോലി സംബന്ധമായ പ്രശ്നമാകാം. ജീവിതത്തിൽ ആകെ വഴിമുട്ടി റബ്ബേ എന്നുള്ളൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ നമ്മൾ മനസ്സ് തുറന്ന് ഒരു വട്ടം ചെയ്താൽ മതി, ഒറ്റവട്ടം ഖൽബിന്ന് വരണം ഈ ദുആ. അപ്പൊ വലിയ വലിയ ബെനിഫിറ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ദുആ ഒരു 3 വട്ടം നിസ്കാരശേഷം നമ്മൾ ദ്വാരക്ക, അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഖുർആൻ ഓത്ത് കഴിഞ്ഞിട്ട് ദ്വാരക്ക, ദിക്റിലിട്ട് ദ്വാരക്ക, എല്ലാം ഒറ്റക്കും കൂട്ടമായിട്ടൊക്കെ ഈ ദുആ ഒരു 3 വട്ടം ചൊല്ലിയിട്ടാണെങ്കിൽ അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ അവിടെ വാക്കുകളില്ല പറയാൻ, വാക്കുകൾക്ക് ദാരിദ്ര്യമാണ്. അത്രയേറെ നിഅമത്ത് കിട്ടും. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഈ പ്രഗൽഭമായ സൂറത്തുൽ കഹ്ഫിന്റെ ഔലിയാക്കളായ 7 അസ്ഹാബുൽ കഹ്ഫിന്റെ ദുആ നമ്മളൊന്ന് പഠിച്ചു വെക്കണം, ഓതി വെക്കണം, മനസ്സിലാക്കി വെക്കണം, ദുആ ചെയ്യണം. ഒരു രോഗം, അതിലൊരു നഷ്ടം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, അതിന് സലാമത്ത്. എന്താ മാർഗം? ഈ ദുആ മനസ്സറിഞ്ഞിട്ട് ആവർത്തി ചൊല്ലിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഒരു കാര്യം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക, അതൊരു സ്പീച്ച്, സംസാരമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആയിക്കോട്ടെ, ഒരു പിന്നെ സ്ഥാപനത്തിന്റെ സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ, ഒരു കച്ചവടം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, തുടങ്ങാൻ സ്റ്റാർട്ടിങ്ങിൽ പ്രിയപ്പെട്ടവരെ അതാരും